ഹലോ വെൽക്കം ടു ഐ ഫോർ എഡ്യൂക്കേഷൻ. ഇറ്റ്സ് മീ ജസ്ല. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ലൈഫ് സയൻസിലെ സെൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും റെഡി അല്ലേ? നമുക്ക് ക്ലാസ്സിലേക്ക് കയറാം. സെൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, രണ്ട് സെല്ലുകൾ നമ്മുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് ഒരുപാട് സെല്ലുകൾ ചേർത്തിട്ടാണ്. അതുകൊണ്ട് തന്നെ ഓരോ സെല്ലും തമ്മിൽ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് വളരെ നിർബന്ധമാണ്. ഓക്കെ, അപ്പൊ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു സെല്ല് മറ്റൊരു സെല്ലുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കുന്നു. ഓക്കെ, അപ്പോൾ സെൽ കമ്മ്യൂണിക്കേഷന് പ്രധാനമായിട്ട് ഇൻവോൾവ് ചെയ്യുന്നത് സെൽ ജംഗ്ഷൻസ് ആണ്. ഡെഫിനറ്റ് ആയിട്ടും രണ്ട് സെല്ലുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും കണക്ഷൻസ് വേണം. ഓക്കെ, ആ കണക്ഷൻസിന് നമുക്ക് എന്തെന്ന് പറയാം? നമുക്ക് ജംഗ്ഷൻസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത് സെൽ ജംഗ്ഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ സെൽ ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽ ജംഗ്ഷൻസ് ഈസ് സെൽ ഓർ സെൽ ടു എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സ് കോണ്ടാക്ട് വിത്തിൻ എ tissue of a multicellular organism, especially abundant in epithelia in a order to create pathway for communication. That means ഈ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ഒന്നെങ്കിൽ എങ്ങനെയായിരിക്കാം? ഈ സെൽ ടു സെൽ കണക്ഷൻ നടന്നിട്ട് ഇവര് എന്ത് ചെയ്യാം? ചില പാത്വേകളായിരിക്കും ഇതിലൂടെ നടക്കുക, അല്ലെങ്കിൽ എന്തായിരിക്കാം? ചില മെറ്റീരിയൽസിന് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്? എക്സ്ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ചില സിഗ്നൽസ് ആയിരിക്കും അവർ എന്ത് ചെയ്യുക? അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുക. സോ ഒരു സെല്ല് മറ്റൊരു സെല്ലുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു രീതിയിലായിരിക്കും. ഓക്കെ, ഇനി നോക്കിക്കേ, ഇതാ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് ഇമ്പോർട്ടൻ്റ് ആയ 4 ക്ലാസ്സസ് ഓഫ് എന്താണ്? സെൽ ജംഗ്ഷൻസ് ആണ്. ദ ഫസ്റ്റ് വൺ ഈസ് ദ ആങ്കറിംഗ് ജംഗ്ഷൻ, ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ദ ഒക്ലൂഡിംഗ് ജംഗ്ഷൻ, ദെൻ ദ തേർഡ് വൺ ഈസ് ദ ചാനൽ ഫോമിംഗ് ജംഗ്ഷൻ, ദെൻ ഫൈനലി സിഗ്നൽ റിലേയിങ് ജംഗ്ഷൻസ്. ഓക്കെ, അപ്പോൾ 4 ജംഗ്ഷൻസ് ആണ് പ്രധാനമായിട്ടും എന്തിന് ഇൻവോൾവ് ആവുന്നത്? നമ്മുടെ സെൽ ടു സെൽ കമ്മ്യൂണിക്കേഷനിൽ ഇൻവോൾവ് ആവുന്നത്. ഓക്കെ, അപ്പോൾ ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏകദേശമൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഒരു ആങ്കറിംഗ് ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെല്ലിനെ മറ്റൊരു സെല്ലുമായിട്ട് കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു പോർഷൻസ് അതിന്റെ ഇൻബിറ്റ്വീൻ ആയിട്ട് കാണും. ഓക്കെ, എന്തെങ്കിലും ഒരു പ്രോട്ടീൻസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സബ്സ്റ്റൻസ് വെച്ചിട്ട് ഒരു സെല്ലിനെ മറ്റൊരു സെല്ലുമായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഒരു സെല്ലിനെ എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സുമായിട്ട് കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കണക്ഷൻസ് അവിടെ ഉണ്ടാവും. ഓക്കെ അല്ലേ? ഇനി അടുത്ത ഒക്ലൂഡിംഗ് ജംഗ്ഷൻ. ഒക്ലൂഡിംഗ് ജംഗ്ഷൻ മീൻസ് എന്താണ്? എല്ലാ സെല്ലും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നില്ല, എന്നിരുന്നാൽ ചില സെല്ലുകൾ തമ്മിൽ വളരെ ടൈറ്റ് ആയിട്ട് സീൽ ചെയ്തിട്ട് നിൽക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ജംഗ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. ഓക്കെ, അതാണ് ഒക്ലൂഡിംഗ് ജംഗ്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി ചാനൽ ഫോമിംഗ് ജംഗ്ഷൻസ്. ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്ക് കണ്ടന്റ് എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? ട്രാൻസ്ഫർ ചെയ്യേണ്ടിയിരിക്കുന്നു. ഓക്കെ, കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്ക് അയോൺസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രോട്ടീൻസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യേണ്ടിയിരിക്കുന്നു. ആ ട്രാൻസ്ഫറിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ചാനൽ ഫോമിംഗ് ജംഗ്ഷൻസ്. ഓക്കെ, ഇനി ഫൈനലി ദ സിഗ്നൽ റിലേയിങ് ജംഗ്ഷൻസ്. നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ന്യൂറോൺസ് ഒക്കെ സിഗ്നൽസ് എന്ത് ചെയ്യുന്നുണ്ട്? ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർ ട്രാൻസ്ഫർ ചെയ്യുന്ന ഇലക്ട്രിക്കൽ ഇമ്പൾസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? സിഗ്നൽ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നും കൂടെ ഒന്ന് നോക്കാം. ആങ്കറിംഗ് ജംഗ്ഷൻസ് ലിങ്ക് സെൽ ടു സെൽ. ഒന്നെങ്കിൽ അത് എന്ത് വഴിയായിരിക്കും? ത്രൂ കാഡറിൻസ്. ഞാൻ നേരത്തെ പറഞ്ഞു എന്തെങ്കിലും ഒരു പ്രോട്ടീൻസോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ഇൻബിറ്റ്വീൻ ആയിട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞു, അത് ഇവിടെ കാഡറിൻസ് ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ സെൽ ടു സെൽ മെംബ്രെയിൻ ആയിട്ട്, തൊട്ടടുത്തുള്ള സെൽ മെംബ്രെയിൻ ആയിട്ട് അല്ലെങ്കിൽ ECM ആയിട്ടൊക്കെ എന്ത് ചെയ്യാറുണ്ട്? കണക്ട് ചെയ്യാറുണ്ട്. അതിനെയാണ് നമ്മൾ ആങ്കറിംഗ് ജംഗ്ഷൻ എന്ന് പറയുന്നത്. Then the second one, occluding junction means എന്താ? Seal the gaps between cell in a epithelial to make the cell sheet into a impermeable. ഓക്കെ, അതായത് ഒരു സെല്ലിന് മറ്റൊരു സെല്ലുമായിട്ട് യാതൊരുവിധ കോണ്ടാക്റ്റും കൊടുക്കാതെ ഒരു കണ്ടന്റും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ അതിനെ സീൽ ചെയ്യുന്ന ജംഗ്ഷൻ ആണ് ഒക്ലൂഡിംഗ് ജംഗ്ഷൻ. ഓക്കെ, ഇനി ചാനൽ ഫോമിംഗ് ജംഗ്ഷൻ എന്താ നോക്കിക്കേ? ലിങ്ക് ദ സൈറ്റോപ്ലാസം ഓഫ് എ അഡ്ജസന്റ് സെൽ. തൊട്ടടുത്ത സെല്ലിന്റെ സൈറ്റോപ്ലാസം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്? ലിങ്ക് ചെയ്യുന്നുണ്ട്. സോ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? മോളിക്യൂൾസിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് ആണ് സിഗ്നൽ റിലേയിങ് ജംഗ്ഷൻ. അവിടെ നോക്കിക്കേ, എന്താ ഇൻവോൾവ് ചെയ്യുന്നത്? പ്രോട്ടീൻ ഫോർ സെൽ ടു സെൽ സിഗ്നൽ. നമുക്കറിയാം ന്യൂറോ ട്രാൻസ്മിറ്റർ ഒക്കെ പോലത്തെ പ്രോട്ടീൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൽ ഇൻവോൾവ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോ അത്രയും ക്ലിയർലി നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ഡയഗ്രത്തിലേക്ക് നോക്കാം. ഓക്കെ, നോക്കിക്കേതാ 4ന്റെയും ഡയഗ്രം ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് ആങ്കറിംഗ് ജംഗ്ഷൻ. ഞാൻ നേരെ പറഞ്ഞല്ലോ എന്താണ്? രണ്ട് സെല്ലുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന പോർഷൻ ആണിത്. കണ്ടോ?
അപ്പോൾ ഇതിന്റെ ഇൻബിറ്റ്വീൻ ആയിട്ട് എന്ത് കാണുന്നുണ്ട്? ഇതിന്റെ ഇൻബിറ്റ്വീൻ ആയിട്ട് നമുക്ക് എന്തെല്ലാം കാണാം? കണ്ടോ, ചില മോളിക്യൂൾസിനെ, ചില പ്രോട്ടീൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ആങ്കർ ചെയ്തിട്ട് കിടക്കുന്നുണ്ട്. ഇനി അടുത്ത് ഇത് നോക്കിക്കേ, എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സിലേക്കാണ് ഇത് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള എന്താണ് നമ്മുടെ ആങ്കറിങ് ജംഗ്ഷൻസും കാണാൻ പറ്റും. അപ്പൊ രണ്ട് ടൈപ്പ് ആയിട്ടാണ് ഇവിടെ വരുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒക്ലൂഡിങ് ജംഗ്ഷൻ നോക്കിക്കേ, ഇതാണ് സെല്ലുകൾ. ആ സെല്ലിന്റെ ഇൻബിറ്റ്വീൻ ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ? കണ്ടോ, ആ സെല്ലിന്റെ ഇൻബിറ്റ്വീൻ ആയിട്ട് വളരെ ടൈറ്റ് ആയിട്ട് സീൽ ചെയ്തിട്ട് കാണുന്നില്ലേ? ഈ മോളിക്യൂൾസ്, ഓക്കെ, ഇവരാണ് ഒക്ലൂഡിങ് ജംഗ്ഷൻസ്. ക്ലിയർ ആണല്ലോ. ഇനി ദെൻ ഫൈനലി നോക്കിക്കേതാ ചാനൽ ഫോമിംഗ് ജംഗ്ഷൻ ആണ്. ചില ചാനൽസ് പ്രസന്റ് ആയിരിക്കും, രണ്ട് സെല്ലുകൾക്കിടയിൽ ഇൻബിറ്റ്വീൻ ആയിട്ട് ചില ചാനൽസ് പ്രസന്റ് ആവും. സോ അവരെന്ത് ചെയ്യും? ഒരു സെല്ലിനകത്തുള്ള കണ്ടന്റ് മറ്റൊരു സെല്ലിനകത്തേക്ക് എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ചെയ്യുന്നു ത്രൂ ദാറ്റ് ചാനൽ. ഓക്കെ, ദെൻ ഫൈനലി ദ സിഗ്നൽ റിലേയിങ് ജംഗ്ഷൻ. അതിന്റെ എക്സാമ്പിൾ ആണ് നമ്മുടെ ന്യൂറോൺ എന്ന് പറയുന്നത്. ഓക്കെ, ന്യൂറോൺ എന്ത് ചെയ്യുന്നത്? ഒരു ന്യൂറോണിന്റെ ഫൈനലി അതിന്റെ സിനാപ്റ്റിക് നോബിൽ നിന്ന് നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റർ സെക്രീറ്റ് ചെയ്തിട്ട് തൊട്ടടുത്ത ഡെൻഡ്രൈറ്റിനെ അത് സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. സോ അവിടെ ഒരു സിഗ്നൽ റിലേയിങ് ജംഗ്ഷൻ ആണ് എന്ത് ചെയ്യുന്നത്? ഫോം ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ 4 പരിചയപ്പെട്ടു. ഏതൊക്കെയായിരുന്നു നോക്കിക്കേ? ആങ്കർ ജംഗ്ഷൻ, അതുപോലെ തന്നെ ഒക്ലൂഡിങ്, then third one is the channel forming junction, then finally the signal relaying junction. Okay അല്ലേ? അപ്പൊ നമുക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ഓക്കെ, യെസ്, നമുക്ക് ഇതിന്റെ ഓരോന്നിലേക്കും കയറാം. ഓക്കെ, അതിന് മുന്നേ നോക്കിക്കേ, ഒന്നും കൂടെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഡയഗ്രാം അല്ലേ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതാ നോക്കിയേ, ടൈറ്റ് ജംഗ്ഷൻ. ഒരു സെല്ലിനകത്ത് തന്നെ എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇതാ കണ്ടോ, ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? രണ്ട് സെല്ലുകൾ. ആ സെല്ലിന്റെ ഇൻബിറ്റ്വീൻ ആയിട്ട് ഇവിടെ ടൈറ്റ് ആയിട്ട് ജംഗ്ഷൻ വരുന്നുണ്ട് അല്ലെ? ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ടൈറ്റ് ആയിട്ട് ഇതാ ഈ ഒരു ഏരിയയിൽ ജംഗ്ഷൻ വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഒക്ലൂഡിങ് ജംഗ്ഷൻ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇനി നോക്കിക്കേ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആങ്കറിങ് ജംഗ്ഷൻ അല്ലെ, അഡറൻസ്. രണ്ട് സെല്ലിനെ തമ്മിൽ എന്ത് ചെയ്യാണ്? ഒട്ടിച്ച് നിർത്തുന്നത്, തമ്മിൽ ഒട്ടിച്ച്. നമുക്കറിയാം നമ്മുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്ന മൾട്ടി സെല്ലുകൾ കൊണ്ടാണ്, ഒരുപാട് സെല്ലുകൾ ഉണ്ട്. അപ്പൊ ഈ സെല്ലുകളൊക്കെ എന്ത് ചെയ്യണം? പരസ്പരം കണക്ട് ചെയ്തിട്ട് നിൽക്കണം അല്ലെ? അതിന് എന്ത് ചെയ്യണം? ആ സെല്ലുകൾ തമ്മിൽ അഡറൻസ് നടക്കണം അല്ലെ? ആ അഡറൻസ് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ഏതെന്ന് പറയുന്നത്? ആങ്കറിങ് ജംഗ്ഷൻസ് അല്ലെങ്കിൽ അഡറൻസ് ജംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇത് നോക്കിക്കേ, അതേപോലെ അടുത്തൊന്ന് നോക്കിക്കേ, സെല്ലുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഡെസ്മോസോംസ് ഉണ്ട്. ഓക്കെ, ഇനി ഗ്യാപ്പ് ജംഗ്ഷൻസ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതാണ്? ചാനലാണ്. ഇവര് ചാനലാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഏതുമായിട്ട് കണക്ട് ചെയ്യുന്ന? ECM-ഉമായിട്ട് കണക്ട് ചെയ്യുന്ന, സെല്ലിന്റെ മെംബ്രെയിനിലേക്കും ECM-ലേക്കും കണക്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അതാണ് എമിഡെസ്മോസോംസ്. ഓക്കെ അല്ലേ? ദെൻ ഫൈനലി ഇതാ ഏതാ പറയുന്നത്? നമ്മുടെ ആക്റ്റിൻ ലിങ്ക്ഡ് സെൽ മെട്രിക് ജംഗ്ഷൻസ് ഉണ്ട്. അപ്പൊ ഇതിന് നമുക്ക് പ്രധാനമായിട്ടും രണ്ട് രീതിയിൽ പറയാം. വേറൊരു ആസ്പെക്റ്റിൽ നമുക്ക് പറയാൻ പറ്റും. ഏതാണ്? സെൽ സെൽ കണക്ഷൻസ്. ഓക്കെ, ഒരു രണ്ട് സെല്ലുകൾ തമ്മിലുള്ള കണക്ഷൻസിൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഈ ടൈറ്റ് ജംഗ്ഷനും അഡറൻ ജംഗ്ഷനും. പിന്നെ അതിൽ വരുന്ന മോളിക്യൂൾസ് ആണ് നമ്മുടെ ഡെസ്മോസോംസ് ഒക്കെ. ഓക്കെ അല്ലേ? പിന്നെ അതുപോലെ ഗ്യാപ്പ് ജംഗ്ഷൻ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സെൽ ടു സെൽ കണക്ഷൻ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, പിന്നെ അതുപോലെ നോക്കിക്കേ, അടുത്ത സെൽ ടു മെട്രിക്സ് ജംഗ്ഷൻസ് ഉണ്ട്. അതായത് സെല്ല് ഒരു സെല്ലിലേക്ക് മാത്രമല്ല മെട്രിക്സിലേക്കും എന്ത് ചെയ്യാറുണ്ട്? കണക്ട് ചെയ്യാറുണ്ട്. സോ അവിടെയും എന്ത് വരുന്നുണ്ട്? ജംഗ്ഷൻസ് വരുന്നുണ്ട്. അതിന് എക്സാമ്പിൾസ് ആണ് പിന്നെ അടുത്തത്. ഓക്കെ അല്ലേ? ആക്റ്റിൻ ലിങ്ക്ഡ് സെൽ മെട്രിക്സ് ജംഗ്ഷൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എമിഡെസ്മോസോംസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൽ ഇൻവോൾവ് ആവുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് ഇനി ഇത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യാം? കൂടുതലായിട്ട് നോക്കാം. ഓക്കെ, ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നോക്കിക്കേ, ആങ്കറിങ് ജംഗ്ഷൻസ്. നമ്മളപ്പോ ഫസ്റ്റ് ആയിട്ട് ഏതിലേക്ക് കയറാണ്? നമ്മുടെ ആങ്കറിങ് ജംഗ്ഷനിലേക്ക് കയറാണ്. ഓക്കെ, എന്താ നോക്കിക്കേ ആങ്കറിങ് ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ which provide strength to the cell by acting like a mechanical attachment. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ട് സെല്ലുകളെ തമ്മിൽ എന്ത് ചെയ്യാൻ? അഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാന്ന് പറഞ്ഞു. അത് മാത്രമല്ല, സെല്ലുകൾക്ക് സ്ട്രെങ്ത് കൊടുക്കുന്നതും ആര് തന്നെയാണ്? നമ്മുടെ ഏത് ജംഗ്ഷനാ? ആങ്കറിങ് ജംഗ്ഷൻസ് ആണ്. ഓക്കെ, പല സമയത്തും എന്ത് മാത്രമല്ല, കമ്മ്യൂണിക്കേഷൻ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നതിലൂടെ ചിലപ്പോൾ എന്ത് ചെയ്യാം? പല പല ഫംഗ്ഷൻസ് ആയിരിക്കും, ഡിഫറെന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ആയിരിക്കും അവർ കാണിക്കുന്നത്. അതിൽ ചിലപ്പോൾ എന്ത് ചെയ്യാം? സെല്ലുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ സെല്ലിന് എന്ത് ചെയ്യാം? ചില കണ്ടന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഇവർ മൾട്ടി സെല്ലുലാർ ഓർഗാനിസ് ആയിട്ട് നിൽക്കണമെങ്കിൽ, അല്ലെങ്കിൽ മൾട്ടി സെല്ലായിട്ട് ഇവർ ഒരുമിച്ച് നിൽക്കണമെങ്കിൽ ഈ ഓരോ സെല്ലുകളും തമ്മിൽ എന്ത് വേണം? പ്രോപ്പർ ആയിട്ട് കണക്ഷൻ വേണം. സോ അവിടെ സ്ട്രെങ്ത് വേണം. അത് പ്രൊവൈഡ് ചെയ്യുന്ന ജംഗ്ഷൻ ആണ് നമ്മുടെ ആങ്കറിങ് ജംഗ്ഷൻ. ക്ലിയർ അല്ലേ? ഇനി നോക്കിക്കേ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫിം സ്ട്രക്ചറൽ അറ്റാച്ച്മെന്റ് ബിറ്റ്വീൻ ടു സെൽ ഓർ ബിറ്റ്വീൻ എ സെൽ ആൻഡ് എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സ്. മേ ബി അവർ എങ്ങോട്ടായിരിക്കും കണക്ട് ചെയ്യുക? ഒരു സെല്ല് മറ്റൊരു സെല്ലിലേക്കായിരിക്കും, അല്ലെങ്കിൽ ഒരു സെല്ല് നേരെ എങ്ങോട്ടേക്കായിരിക്കും? എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സിലേക്കായിരിക്കും കണക്ട് ചെയ്യുക. ഓക്കെ അല്ലേ? ഇനി നോക്കിക്കേ, ഫൈനൽ നോക്കിക്കേ, ഇവർ റെസ്പോൺസിബിൾ ആവുന്ന എന്തിനാണ്? സ്ട്രക്ചറൽ ഇന്റഗ്രിറ്റി ഓഫ് ദി ടിഷ്യൂ. ഒരു ടിഷ്യൂവിന്റെ സ്ട്രക്ചറൽ ഇന്റഗ്രിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ആരാന്നാ പറഞ്ഞത്? നമ്മുടെ ആങ്കറിങ് ജംഗ്ഷൻ ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യണം.
ഓക്കെ, അപ്പൊ എന്താണ് അതിന്റെ ഫങ്ഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പ്രത്യേകമായിട്ട് നമ്മൾ നോട്ട് ചെയ്യണം. ഓക്കെ, ഇതാ നമ്മൾ പറഞ്ഞ സെൽ ആങ്കറിംഗ് ജംഗ്ഷൻസ്. ഓക്കെ, അവരെങ്ങനെയാണ് സെൽ ടു സെൽ കണക്ഷൻ ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഇൻ ബിറ്റ്വീൻ ആയിട്ട് ചില പ്രോട്ടീൻസ് വരുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ സെല്ലിൽ നിന്ന് എങ്ങോട്ടാ കണക്ട് ചെയ്യുന്നത്, ഇത് എങ്ങോട്ടാ കണക്ട് ചെയ്യുന്നത്, നേരെ കണക്ട് ചെയ്യുന്നത് ECM-ലേക്കാണ്, എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സിലേക്കാണ്. സോ അതുകൊണ്ട് തന്നെ ടിഷ്യൂസിലെല്ലാം സെല്ലെല്ലാം ഒരുമിച്ച് ഇങ്ങനെ അറേഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ ECM-ലേക്ക് കണക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു ഏരിയയിൽ തന്നെ ഒക്യുപ്പൈ ചെയ്യാനൊക്കെ സാധിക്കും. ആ ഫങ്ഷൻസ് ഒക്കെ നിർവഹിക്കുന്നത് നമ്മുടെ ഏതാണ്, ആങ്കറിംഗ് ജംഗ്ഷൻ ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് കൂടുതൽ നോക്കാം അല്ലെ. ഇനി നോക്കിക്കേ, അടുത്തതാണ് നമ്മുടെ ഒക്ലൂഡിങ് ജംഗ്ഷൻ. ഓക്കെ, ഏതാണ് വരുന്നത്, നമ്മുടെ ഒക്ലൂഡിങ് ജംഗ്ഷൻ ആണ്. ഒക്ലൂഡിങ് ജംഗ്ഷൻ നേരത്തെ നമ്മൾ ചില സൂചനകളൊക്കെ തന്നിരുന്നു. എന്താ ഒക്ലൂഡിങ് ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ട് സെല്ലുകളെ തമ്മിൽ സീൽ ചെയ്യുക. ഓക്കെ, നമ്മൾ എന്തിനാ സീൽ ചെയ്യുന്നത്, നമ്മുടെ എന്താണ് അതിനകത്തുള്ള സാധനങ്ങൾ പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ സീൽ ചെയ്യുന്നത് എന്തിനായിരിക്കും, അകത്തുള്ള ഒരു കണ്ടന്റ് പുറത്തേക്ക് എന്ത് ചെയ്യരുത്, വരരുത്, അതിന് വേണ്ടിയിട്ട് നമ്മൾ സീൽ ചെയ്യുന്നത്. സോ അതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഒക്ലൂഡിങ് ജംഗ്ഷൻ ചെയ്യുന്നത് രണ്ട് സെല്ലുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ അവരൊരിക്കലും എന്ത് ചെയ്യില്ല, അവരുടെ കണ്ടന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യൂല. ഓക്കെ ആണല്ലോ, അതിന് ഹെൽപ്പ് ചെയ്യുന്ന ജംഗ്ഷൻ ആണ് ഒക്ലൂഡിങ് ജംഗ്ഷൻ. ഓക്കെ ആണല്ലോ. നോക്കിക്കേ, സീൽ ദ സെൽ ടുഗദർ ഇൻ എ എപ്പിത്തീലിയം ഇൻ എ വേ ദാറ്റ് prevent even a small molecule from leaking from one side of the sheet to the other. Okay, ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് ഒരു ചെറിയ മോളിക്യൂൾ പോലും ലീക്ക് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യുന്ന ജംഗ്ഷൻ ആണ് ആക്ച്വലി ഒക്ലൂഡിങ് ജംഗ്ഷൻ. അതിലൊരു ടൈപ്പാണ് നമ്മുടെ ടൈറ്റ് ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒക്ലൂഡിങ്ങിൽ വരുന്ന ഒരു ടൈപ്പാണ് ഏത്, ടൈറ്റ് ജംഗ്ഷൻ. എന്താ നോക്കിക്കേ, നമ്മുടെ ഇതിന് ഒരുപാട് പേരുകളുണ്ട്. ഒക്ലൂഡിങ് ജംഗ്ഷൻ, ടൈറ്റ് ജംഗ്ഷൻ നോക്കി, അല്ലെങ്കിൽ സോണുലെ ഒക്ലൂഡൻസ്, അങ്ങനെ കുറെ എന്താണ് പേരുകളിൽ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, അറിയപ്പെടുന്നുണ്ട്. ഓക്കെ അല്ലെ. ഇവിടെ നോക്കിക്കേ, ഇങ്ങനെ ക്ലോസ്ലി അസോസിയേറ്റഡ് ഏരിയ ഓഫ് ടു സെൽ ഹൂസ് മെംബ്രെയിൻ ജോയിൻ ടുഗദർ ഫോമിങ് എ വിർച്വലി ഇംപെർമിയബിൾ മെംബ്രെയിൻ, അല്ലെങ്കിൽ ഒരു ഇംപെർമിയബിൾ ബാരിയർ ടു ഫ്ലൂയിഡ് അല്ലെ. ഫ്ലൂയിഡ്സിനെ ഒന്നിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യൂല, കടത്തി വിടൂല. അത്രയും ക്ലോസ് ചെയ്യുന്ന ഒരു ടൈപ്പാണ് നമ്മുടെ ടൈറ്റ് ജംഗ്ഷൻ. വളരെ ടൈറ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഓക്കെ, സെല്ലുകൾ തമ്മിൽ ടൈറ്റ് ആയിട്ട് നിർത്തുകയാണ്. ക്ലിയർ അല്ലേ. ഇനി നോക്കിക്കേ, ഇവിടെ ഈ ഒരു ടൈപ്പ് സെല്ല് കാണുന്നത് ഏതിൽ മാത്രമാണ്, നമ്മുടെ വെർട്ടിബ്രേറ്റിൽ മാത്രം കാണുന്നുണ്ടല്ലോ. ഏതിൽ മാത്രമാണ് കാണുന്നത്, നമ്മുടെ ഏതാണ്, വെർട്ടിബ്രേറ്റിൽ മാത്രം. കണ്ടോ, വെർട്ടിബ്രേറ്റിൽ മാത്രം കാണുന്ന ഒരു ടൈപ്പാണ് ഏതെന്ന് പറഞ്ഞാൽ നമ്മുടെ ടൈറ്റ് ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എക്സാമിന് എങ്ങനെയും ചോദിക്കാം, വെർട്ടിബ്രേറ്റിൽ കാണുന്ന ഏതാണ് ഒക്ലൂഡിംഗ് ആയിട്ടുള്ള ജംഗ്ഷൻസ് ഏതാ അല്ലെ. നമ്മുടെ ബി പാർട്ടിൽ 2 മാർക്കിനൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയ ക്വസ്റ്റ്യൻസ് ആയിട്ടും ചോദിക്കുക. അപ്പൊ ഇത്തരത്തിൽ എവിടെ നിന്നെങ്കിലൊക്കെ ആയിരിക്കും. അപ്പൊ ഇങ്ങനത്തെ ചെറിയ മൈന്യൂട്ടായ കാര്യങ്ങൾ പോലും നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ഓക്കെ അല്ലെ. ഇനി നോക്കിക്കേ, അടുത്തത് ഇവിടെ എന്തൊക്കെയാണ്, ലീനിയർ ആയിട്ടുള്ള കുറെ സെവറൽ ഇന്റഗ്രൽ പ്രോട്ടീൻസ് ഉണ്ട്. അതായത് ഇവരെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തെന്ന്, ഈ ജംഗ്ഷനിൽ ആരാ കാണുന്നത്, കുറെ എന്താണ് അറേ ഓഫ് സെവറൽ ഇന്റഗ്രൽ പ്രോട്ടീൻസ്, ഒരുപാട് പ്രോട്ടീൻസിന്റെ എന്താണ് അറേഞ്ച് ചെയ്തിട്ടാണ്. ഓക്കെ, ഇനി നോക്കിക്കേ, അതിലെ ഈ ഏതൊക്കെയാണ് ഈ പ്രോട്ടീൻസ് വരുന്നത് നോക്കിയേ, ക്ലോഡിൻസ്, പിന്നെ അതുപോലെ തന്നെ ഏതാണ് മെമ്പേഴ്സ് ഓഫ് IG സൂപ്പർ ഫാമിലി, ഇവരെല്ലാം എന്താണ് ഈ ടൈപ്പ് ഓഫ് പ്രോട്ടീൻസ് ഒക്കെയാണ് ഈ ജംഗ്ഷനിൽ വരുന്നത്. അപ്പോൾ ഒരു ഒക്ലൂഡിംഗ് പ്രോട്ടീൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ക്ലോഡിൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നോക്കിക്കേ, IG സൂപ്പർ ഫാമിലി വരുന്ന ചില പ്രോട്ടീൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ഡയഗ്രത്തിലേക്ക് പോവാം. നോക്കിക്കേ, ഇതാണ് നമ്മുടെ ടൈറ്റ് ജംഗ്ഷൻ. കണ്ടോ, രണ്ട് സെല്ലുകൾ തമ്മിൽ നോക്കുന്നില്ലേ, 2 സെല്ലുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന പോർഷൻ ആണ്. വളരെ ടൈറ്റ് ആയിട്ട് ആ സെല്ലിന് തമ്മിൽ അടുപ്പിച്ച് നിർത്തുന്നുണ്ട്. ഒരിക്കലും അവർ നമ്മൾ എന്ത് ചെയ്യൂല, ഒരു കണ്ടന്റും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യൂല, ട്രാൻസ്ഫർ ചെയ്യൂല. അത്രയും ടൈറ്റ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, ഇനി ആ ഒരു ഇൻബിറ്റ്വീൻ ആയിട്ട് കാണുന്ന പ്രോട്ടീൻ ഏതൊക്കെ നോക്കിക്കേ. ഒന്നേതാണ് ഒക്ലൂഡിൻസ്, ക്ലോഡിൻസ്, ഈക്ലാഡറിൻസ്, പിന്നെ അതുപോലെ തന്നെ ഏതാണ് കാറ്റനിൻസ്, ആക്ടിൻസ്, അങ്ങനെ പല ടൈപ്പ് ആയിരിക്കും അവിടെ കാണുന്നത്. ഓരോ സെല്ലിനനുസരിച്ച് അത് എന്ത് ചെയ്യാം, വേരി ചെയ്യാം. കണ്ടോ, ഇതാണ് നമ്മുടെ ഒരു സെല്ലിന്റെ ഷീറ്റ്. കാണുന്നില്ലേ, ഈ ബ്ലൂ കളറിൽ കാണുന്നതാണ് ഒരു ഷീറ്റ്. അടുത്തതാണ് മറ്റത്. ഓക്കെ, ഇത് പ്ലാസ്മ മെംബ്രെയിൻ. കണ്ടോ, അതായത് ഈ ഒരു പ്ലാസ്മ മെംബ്രെയിൻ ആണിത്, ഇത് അടുത്തതിന്റെ പ്ലാസ്മ മെംബ്രെയിൻ ആണ്. അപ്പൊ ഇവര് തമ്മിൽ ടൈറ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇൻബിറ്റ്വീൻ ആയിട്ട് എന്ത് വെക്കുക, കുറെ പ്രോട്ടീൻസ്. കണ്ടോ, ഒരുപാട് പ്രോട്ടീൻസ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്, കണക്ട് ചെയ്യുന്നുണ്ട്. ആ പ്രോട്ടീൻസ് ഏതായിരിക്കാം നമ്മൾ പറഞ്ഞു, ഇതിൽ ആരെങ്കിലും ഒക്കെ ആയിരിക്കാം. ആ പ്രോട്ടീൻ ഒരു കോംപ്ലക്സ് ആയിട്ട് ഒരാൾ തന്നെ ആവണമെന്നില്ല, ഒരുപാട് ആളുകൾ ചേർന്നിട്ടായിരിക്കും ഇത്തരത്തിലൊരു ടൈറ്റ് ജംഗ്ഷൻ ഉണ്ടായ. സോ അവർ സീൽ ചെയ്യുന്നുണ്ട്, കണ്ടന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യൂല, ഡെഫിനറ്റ് ആയിട്ടും ട്രാൻസ്ഫർ ആവൂല. ഓക്കെ അല്ലേ. ഇനി നോക്കിക്കേ, ഇതിന്റെ ഇൻബിറ്റ്വീൻ ആയിട്ടൊരു സ്പേസ് കാണുന്നുണ്ടോ, അതായത് ഈ എന്താണ് നമ്മുടെ പ്രോട്ടീൻസ് കണക്ട് ചെയ്ത് ടൈറ്റ് ആയി വെക്കുന്നുണ്ട്, പക്ഷെ അതിന്റെ ഇൻബിറ്റ്വീൻ ആയിട്ട് പാരാസെല്ലുലാർ സ്പേസ് ഉണ്ട്. ഓക്കെ, പക്ഷെ അത് ത്രൂ ഒന്നും എന്ത് ചെയ്യൂല, എന്തായാലും ഒരു കണ്ടന്റും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യൂല. ക്ലിയർ അല്ലേ. ഇനി നമുക്ക് കൂടുതലായിട്ട് നോക്കാം. ഓക്കെ, യെസ്,
നോക്കിക്കേ അടുത്തത് എന്തൊക്കെയാണ് നമ്മുടെ ടൈറ്റ് ജംഗ്ഷന്റെ ഫംഗ്ഷൻസ് എന്നല്ല. നേരത്തെ എന്ത് പറഞ്ഞ ആങ്കറിംഗ് ജംഗ്ഷന്റെ ഫംഗ്ഷൻസ് എന്ന് ഓർത്ത് നോക്കിക്കേ. എന്താ നമ്മൾ പറഞ്ഞിരുന്നത്? ആങ്കറിംഗ് ജംഗ്ഷൻ എന്താ പറഞ്ഞിരുന്നത്? ഓർക്കുന്നുണ്ട്? എന്താണ്? സ്ട്രക്ചറൽ ഇന്റഗ്രിറ്റി ആണ് പ്രൊവൈഡ് ചെയ്തത് അല്ലെ. അപ്പോൾ നമ്മുടെ ടൈറ്റ് ജംഗ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒന്ന് സ്ട്രെങ്ത് ആൻഡ് സ്റ്റെബിലിറ്റി. ഓക്കെ, എന്താണ്? സെൽസിന് സ്ട്രെങ്ത്തും സ്റ്റെബിലിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവർ എന്താണ്? സെലക്റ്റീവ് പെർമിബിൾ ഫോർ അയോൺസ്. അയോൺസിന് അത്രയും സെലക്റ്റീവ്ലി ആണ് ഇവർ എന്ത് ചെയ്യുക? കടത്തി വിടുന്നുണ്ടെങ്കിൽ കടത്തി വിടും. യെസ്, അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇതിന്റെ ഫംഗ്ഷൻസ് ആ ടൈറ്റ് ജംഗ്ഷന്റെ ഫംഗ്ഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഏതാണ്? ഫെഞ്ചിങ് ഫംഗ്ഷൻ, മെയിൻറ്റെയിൻഡ് ഓഫ് സെൽ പൊളാരിറ്റി, ബ്ലഡ് ബ്രെയിൻ ബാരിയർ. ഓക്കെ അല്ലേ? ഇത്തരത്തിലുള്ള ഫംഗ്ഷൻസ് ഒക്കെ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഏതാ? ടൈറ്റ് ജംഗ്ഷൻ ആണ്. ഓക്കെ, യെസ്. ഇനി നോക്കിക്കേ, അടുത്തതാണ് കമ്മ്യൂണിക്കേറ്റിംഗ് ജംഗ്ഷൻ. ഓക്കെ, കമ്മ്യൂണിക്കേറ്റിംഗ് ജംഗ്ഷൻ നോക്കിക്കേ. കമ്മ്യൂണിക്കേറ്റിംഗ് ജംഗ്ഷൻസിൽ വരുന്നത് എന്താണ്? സെല്ലുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ രണ്ട് ആങ്കറിംഗ് ആണെങ്കിലും അതുപോലെ തന്നെ ഒക്ലൂഡിംഗ് ആണെങ്കിലും അതിന്റെ പ്രത്യേകത ഡിഫറെന്റ് ആയ ഫംഗ്ഷൻസ് ആയിരുന്നു അവർ ചെയ്തത് അല്ലെ. ആങ്കറിംഗ് ആയിരുന്നു നമ്മൾ പറഞ്ഞു എന്താണ്? സ്ട്രക്ചറൽ ഇന്റഗ്രിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. ഒക്ലൂഡിംഗ് ആണെങ്കിൽ എന്താ നമ്മൾ പറഞ്ഞിരുന്നത്? ഇപ്പൊ ഒരുപാട് ഫംഗ്ഷൻസ് പറഞ്ഞു. സോ ഇവിടെ പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേഷനെ ഹെൽപ്പ് ചെയ്യുന്ന അടുത്ത ജംഗ്ഷൻസ് നമ്മൾ കമ്മ്യൂണിക്കേറ്റിംഗ് ജംഗ്ഷൻ എന്ന് പറയും. ഓക്കെ അല്ലേ? ഇവരെന്താ നോക്കിക്കേ? ഇന്റർസെല്ലുലാർ എക്സ്ചേഞ്ച് ഓഫ് സബ്സ്റ്റൻസസ്. ഓക്കെ, അതായത് സെല്ലുകൾ തമ്മിലുള്ള കണ്ടന്റിനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും? എക്സ്ചേഞ്ച് ചെയ്യും. ആ ടൈപ്പിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റിംഗ് ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അവര് ഒരു സെല്ലിനകത്തുള്ള, ഇപ്പൊ നമുക്കറിയാം ഒരു സെല്ലിനകത്ത് എന്ത് കാണുന്നുണ്ട്? നോക്കിക്കേ, ഒരു സെല്ലിനകത്ത് കണ്ടന്റ് ഉണ്ട്. ഓക്കെ, എന്തെങ്കിലും മോളിക്യൂൾസോ അല്ലെങ്കിൽ എന്തെങ്കിലും അയോൺസ് ഒക്കെ ഉണ്ട്. അത് തൊട്ടടുത്ത സെല്ലിലേക്ക് എന്ത് ചെയ്യുന്നു? അവർ ട്രാൻസ്ഫർ ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ എന്ത് ചെയ്യുന്നു? അതിനെ എന്ത് ചെയ്യുന്നു? അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പാസ് ചെയ്യുന്നു. സോ അത്തരത്തിൽ കമ്മ്യൂണിക്കേഷന്റെ പർപ്പസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു മോളിക്യൂൾസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് എന്ത്? കമ്മ്യൂണിക്കേറ്റിംഗ് ജംഗ്ഷൻ. ഓക്കെ അല്ലേ? അത് രണ്ട് ടൈപ്പാണ് വരുന്നത്. ഏതൊക്കെ നോക്കിക്കേ? ഗ്യാപ്പ് ജംഗ്ഷൻ, കെമിക്കൽ സിനാപ്സ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? രണ്ട് ടൈപ്പാണ് വരുന്നത്. ഏതൊക്കെയാണ് വരുന്നത്? ഗ്യാപ്പ് ജംഗ്ഷൻ ആൻഡ് കെമിക്കൽ സിനാപ്സ്. യെസ്, അപ്പോ ഇതാ ഇനി നമുക്ക് ആദ്യം അതിന്റെ ഗ്യാപ്പ് ജംഗ്ഷൻസിലേക്ക് പോകാം. അപ്പൊ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഗ്യാപ്പ് ജംഗ്ഷൻ. രണ്ട് സെല്ലുകൾക്കിടയിൽ എന്തെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടാക്കുന്ന ഒരാളായിരിക്കുമല്ലോ ഒരു ഗ്യാപ്പ് ജംഗ്ഷൻ. നോക്കിക്കേ, ഗ്യാപ്പ് ജംഗ്ഷൻസ് എന്താ? ക്ലസ്റ്റേഴ്സ് ഓഫ് ഇന്റർസെല്ലുലാർ ചാനൽസ് അല്ലെ. ഇന്റർസെല്ലുലാർസിന്റെ, അതായത് രണ്ട് സെല്ലുകൾക്ക് ഇൻ ബിറ്റ്വീൻ ആയിട്ട് കാണുന്ന ചാനൽസിന്റെ ക്ലസ്റ്റർ ആണ്. ഒരുപാട് സെല്ല് അവിടെ കാണുന്നുണ്ട്, അതായത് ഒരുപാട് ചാനൽസ് അവിടെ കാണുന്നുണ്ട്. അവരെന്ത് അലോ ചെയ്യുന്നു നോക്കിക്കേ? ഡയറക്റ്റ് ആയിട്ട് അവർ എന്ത് അലോ ചെയ്യുന്നുണ്ട്? ഡയറക്റ്റ് ആയിട്ട് ഡിഫ്യൂഷൻ, അതായത് അയോൺസോ സ്മോൾ മോളിക്യൂൾസോ അത്തരത്തിലുള്ള എല്ലാത്തിനെയും അവരെന്ത് ചെയ്യുന്നുണ്ട്? ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവർ പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇനി നോക്കിക്കേ, അവിടെ എങ്ങനെ നോക്കിക്കേ? വളരെ ഏതാണ് ആ പോർഷനിൽ? അറ്റ് എ ഗ്യാപ്പ് ജംഗ്ഷൻ ദ ഇന്റർസെല്ലുലാർ സ്പേസ് നാരോ, വളരെ നാരോ ആണ്. എല്ലാവർക്കും ഒന്നും അത്ര ഈസി ആയിട്ടൊന്നും എന്ത് ചെയ്യാൻ പറ്റൂല, അതിലൂടെ പോകാൻ പറ്റൂല. വളരെ നാരോ ആണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു നോക്കിക്കേ? എത്ര നാരോ? ഫ്രം 25 നാനോമീറ്റർ ടു എത്രയാണ്? 3 നാനോമീറ്റർ. അത്രയൊക്കെ എന്തുണ്ടാവുള്ളൂ? ഓക്കെ അല്ലേ? 25 to 30 നാനോമീറ്റർ വരെയൊക്കെ എന്തുണ്ടാവുള്ളൂ? നമ്മുടെ ആ ഒരു ഗ്യാപ്പ് ജംഗ്ഷന്റെ ഒരു വിഡ്ത്ത് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി നോക്കിക്കേ, വേറെ എന്തൊക്കെ ഫീച്ചേഴ്സാ പറയുന്നത് നോക്കുക. അയോൺസ് എന്ത് ചെയ്യുന്നു? അയോൺസും മോളിക്യൂൾസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഇത് പ്രധാനമായിട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് ആയിട്ട് ഇത് പ്രസന്റ് ചെയ്തത് അല്ലെങ്കിൽ ഫസ്റ്റ് ആയിട്ട് ഇത് കണ്ടുപിടിച്ച എവിടെ നോക്കിക്കേ? ഏത് പാർട്ടിൽ നോക്കിക്കേ? ഹാർട്ട് ആൻഡ് ബേസൽ പാർട്ട് എപ്പിത്തീലിയൽ സെൽ ഓഫ് എ ഇൻഡസ്ട്രിയൽ മ്യൂക്കോസ. ഇൻഡസ്ട്രിയൽ മ്യൂക്കോസയിലെ ബേസ് പാർട്ടിലും അതുപോലെ തന്നെ ഹാർട്ടിലൊക്കെയാണ് എന്ത് ചെയ്തത്? ഇതിനെ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി അവിടെ കാണുന്ന എന്താണ് യൂണിറ്റ് നമ്മൾ പറയുന്ന പേരാ കണക്സൺസ്. ഓക്കെ, കണക്സൺ എന്നാണേ പറയാ. അത് എന്താ നമ്മൾ അടുത്ത പോർഷനിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാൻ ഇതിലെ ഡീറ്റെയിൽ ആയിട്ട് പോവാം. ഓക്കെ, യെസ്. നോക്കിക്കേ, ഇതാണ് നമ്മൾ പറഞ്ഞ ഏതെന്ന് പറയുന്നത്? നമ്മുടെ ഗ്യാപ്പ് ജംഗ്ഷൻ എന്ന് പറയുന്നത്. കണ്ടോ? ഇതൊരു എന്താണ് ഈ വരുന്നത്? എന്താ നോക്കിക്കേ? ഇതൊരു പ്ലാസ്മ മെംബ്രെയിൻ ആണ് അല്ലെ. ഒരു സെല്ലിന്റെ പ്ലാസ്മ മെംബ്രെയിനാ. ഇത് തൊട്ടടുത്ത സെല്ലിന്റെ പ്ലാസ്മ മെംബ്രെയിനാ. ഇവർ തമ്മിൽ ചില ചാനൽസ് ഫോം ചെയ്തിട്ടുണ്ട്. ആ ചാനൽസ് ആണ് ഈ കാണിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോ ഇതിനെ മുഴുവനായിട്ട് പറയുന്ന പേരാണ് ഇതാ കണക്സൺ. ഓക്കെ അല്ലേ? കണക്സൺ എന്നാണ് അതിനെ മുഴുവനായിട്ട് പറയാം. പക്ഷെ ഇത് നോക്കിക്കേ, ഇതിൽ തന്നെ ഈ കണക്സൺ തന്നെ ഇങ്ങനത്തെ എത്രണ്ണം ചേർത്തിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന 6 അല്ലെ 6 ആയിട്ടുള്ള സബ് യൂണിറ്റ്സ് ഉണ്ട് അല്ലെ. 6 സബ് യൂണിറ്റ് ജോയിൻ ചെയ്തിട്ടാണ് കണക്സൺസ് ഫോം ചെയ്തിരിക്കുന്നത്. സോ ആ 6 സബ് യൂണിറ്റിനെ ഓരോ യൂണിറ്റിനെയും നമ്മൾ പറയുന്ന പേരാ കണക്സിൻ മോണോമർ. ഓക്കെ അല്ലേ? അപ്പൊ കണക്ഷൻസ് ഫോം ചെയ്തിരിക്കുന്നത് എന്തൊക്കെ ചേർത്തിട്ടാണ്? കണക്സിൻ മോണോമേഴ്സ് ചേർത്തിട്ടാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇവരെന്ത് ചെയ്യുന്നു? ഒരു സെല്ലിലുള്ള ഈ ഒരു പോർഷന്, ഒരു സെല്ലിന്റെ മെംബ്രെയിനിൽ കിടക്കുന്ന ഈ ഒരു പോർഷൻ അടുത്ത സെല്ലിൽ കണ്ടോ
ഈ ഒരു ഡയഗ്രാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആവും. ഒരു സെല്ലിന്റെ അകത്ത് കിടക്കുന്ന സാധനം തൊട്ടടുത്ത സെല്ലുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കണക്ട് ചെയ്യുന്നുണ്ട്. സോ ഇതിനകത്തൊരു ചാനൽ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് എന്താ കണ്ടോ, ഇതിനകത്ത് കണ്ട ഒരു ചാനൽ ഫോം ചെയ്യുന്നത്. സോ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ഒരു സെല്ലിൽ നിന്നുള്ള കണ്ടന്റ് മറ്റൊരു സെല്ലിലേക്ക് അവർ എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ജംഗ്ഷൻ ആണ് നമ്മുടെ ഏതെന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഈ ഗ്യാപ് ജംഗ്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതാ കറക്റ്റ് ഇതാ ഇപ്പുറത്ത് അതിന്റെ എന്ത് കൊടുത്തിട്ടുണ്ട്, ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. സെല്ലുകൾ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പൊ ഒരു 3 സെല്ല് ഇതാ അടുത്ത് നിൽക്കാന്ന് വിചാരിക്കുക. അപ്പൊ ഇവര് തമ്മിൽ ഇവിടെ ഒരു കണക്ഷൻ വരാം, ഇങ്ങനെ കണക്ഷൻ വരാം, ഇങ്ങനെ കണക്ഷൻ വരാം. സോ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു സെല്ലിന് മറ്റൊരു സെല്ലുമായിട്ട് പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ഏതെന്ന് പറയുന്നത്, നമ്മുടെ ഗ്യാപ് ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, യെസ് യെസ്. ഇനി നോക്കിക്കേ, ഇനി വേറൊരു കാര്യം കൂടെ ഇവിടെ പറയാനുണ്ട്. എല്ലാ സമയത്തും അത് ഓപ്പൺ ആവണമെന്നില്ല. ഓക്കെ അല്ലേ? നമ്മൾ ചാനൽസ് പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം ഏത് സമയത്താണ് അത് ഓപ്പൺ ആവേണ്ടത്, അല്ലെങ്കിൽ അതിനൊരു ലിഗാൻഡ് ഉണ്ടാവും. ആ ലിഗാൻഡ് വന്ന് അവിടെ ബൈൻഡ് ചെയ്യുന്ന സമയത്ത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അത് ഓപ്പൺ ആവുള്ളൂ, അല്ലെങ്കിൽ അത് എന്ത് ചെയ്യൂല, ഓപ്പൺ ആവില്ല. ഓക്കെ, അപ്പോൾ അതിന് 2 സ്റ്റേറ്റ് ഉണ്ട് ആക്ച്വലി. ഒരു ക്ലോസ്ഡ് ആയ സ്റ്റേറ്റും ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഓപ്പൺ ആയ സ്റ്റേറ്റും ഉണ്ട്. ഓക്കെ, അപ്പൊ എപ്പോഴാണോ മോളിക്യൂൾസ് അല്ലെങ്കിൽ എപ്പോഴാണോ 2 സെല്ലുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, ആ നീഡിനനുസരിച്ച് മാത്രം അത് ഓപ്പൺ ആവുള്ളൂ. ക്ലിയർ അല്ലേ? ഇപ്പൊ നമ്മുടെയൊക്കെ വീട്ടിലുള്ള വാതിൽ പോലെ തന്നെ എല്ലാ സമയത്തും തുറന്നിടൂലല്ലോ, നമ്മൾ ആവശ്യമുള്ള സമയത്ത് മാത്രം എന്ത് ചെയ്യുള്ളൂ, ഓപ്പൺ ആക്കുള്ളൂ. അതുപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. ക്ലിയർ അല്ലേ? യെസ്. ഇനി നോക്കിക്കേ, ഇതാ നമുക്ക് ഫംഗ്ഷൻസ് നോക്കാം. എന്തൊക്കെയാണ് നമ്മുടെ ഗ്യാപ് ജംഗ്ഷന്റെ ഫംഗ്ഷൻസ്. ഇപ്പൊ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. എന്നിരുന്നാലും നോക്കിക്കോ, എന്ത് ചെയ്യുന്നു അവര്, എന്താണ് ചാനൽ പാസേജ് ആണ്. എന്തൊക്കെ പാസ് ചെയ്യുന്നത്, നമ്മുടെ എന്താണ് മോളിക്യൂൾസും സബ്സ്റ്റൻസും ഒക്കെ ലെസ് ദാൻ എത്ര വെയിറ്റ് നോക്കിക്കേ, 1000-നൊക്കെ എന്താണ് വെയിറ്റ് കുറയുന്ന സമയത്ത് ആയിരിക്കും എന്ത് ചെയ്യുക, അത്രയും സ്മോൾ ആയ മോളിക്യൂൾസിനെ ആയിരിക്കും 2 സെല്ലുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പൊ അതുപോലെ തന്നെ വേറെ അടുത്ത് നോക്കിക്കേ, റാപ്പിഡ് പ്രൊപ്പഗേഷൻ ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ ഫ്രം വൺ സെൽ ടു അനദർ സെൽ. അല്ലെ? നമുക്കറിയാം ആക്ഷൻ പൊട്ടൻഷ്യൽ അറിയാം, അയോൺസ് ഒക്കെ വഴി എന്ത് ചെയ്യാറുണ്ട്, അയോൺസിന്റെ ഒക്കെ നമുക്ക് അറിയുന്നതാണ്, മെംബ്രെയിന്റെ അകത്തും പുറത്തും ഒക്കെ ചാർജിന് എന്തുണ്ട്, വ്യത്യാസം വരുന്നുണ്ട്. സോ അവിടെ എന്ത് ചെയ്യാറുണ്ട്, ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ഒക്കെ ജനറേറ്റ് ചെയ്യാറുണ്ട്. സോ അങ്ങോട്ടും ഇങ്ങോട്ടും സെല്ലുകൾ ഇങ്ങനെ മോളിക്യൂൾസ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത്തരത്തിലൊരു ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യാനും അടുത്തൊരു സ്റ്റെപ്പിലേക്ക് അല്ലെങ്കിൽ അടുത്തൊരു പാത്വേ, ഏതെങ്കിലും ഒരു പാത്വേ ഓൺ ആക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്വേയുടെ ഇൻബിറ്റ്വീൻ ആയിട്ട് വരുന്നതോ ആയിരിക്കും അത്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്തരത്തിലുള്ള ഫംഗ്ഷൻസ് ഒക്കെയാണ് നമ്മുടെ ഏത് ചെയ്യുന്നത്, നമ്മുടെ ഗ്യാപ് ജംഗ്ഷൻ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഇതാ അടുത്തത് ഗ്യാപ് ജംഗ്ഷൻ കഴിഞ്ഞാൽ അടുത്ത് വരുന്ന ഒരു കമ്മ്യൂണിക്കേറ്റിംഗ് ജംഗ്ഷൻ ആണ് കെമിക്കൽ സിനാപ്സ്. ഓക്കെ അല്ലേ? കെമിക്കൽ സിനാപ്സ് നോക്കിക്കേ, കെമിക്കൽ സിനാപ്സ് ഈസ് എ ജംഗ്ഷൻ ബിറ്റ്വീൻ എ നെർവ് ഫൈബർ ആൻഡ് എ മസിൽ ഫൈബർ ഓർ ബിറ്റ്വീൻ 2 നെർവ് ഫൈബർ. ഓക്കെ, അതായത് നമുക്കറിയാം ആക്ച്വലി ഒരു എന്താണ് കെമിക്കൽ സിനാപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ആക്ച്വലി, ദ ജംഗ്ഷൻ ബിറ്റ്വീൻ 2 ന്യൂറോൺസ്. അല്ലെ? ഒരു 2 ന്യൂറോണുകളുടെ ഒരു ന്യൂറോണിന്റെ സിനാപ്റ്റിക് നോബും അടുത്തൊരു ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റും തമ്മിലുള്ള ജംഗ്ഷൻ ആയിരിക്കാം ഒന്നെങ്കിൽ, അല്ലെങ്കിൽ ഏതായിരിക്കാം, അല്ലെങ്കിൽ വരുന്നത് എന്താണ് നമ്മുടെ ഒരു ന്യൂറോണിന്റെ എന്താണ് സിനാപ്സും അതുപോലെ തന്നെ മറ്റൊരു മസിൽ സെല്ലിന്റെ ഒരു പോർഷനും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനൊക്കെ നമ്മൾ എന്തെന്ന് പറയാറുണ്ട്, കെമിക്കൽ സിനാപ്സ് എന്ന് പറയാറുണ്ട്. ഓക്കെ, അവിടെ എന്ത് ചെയ്യാറുണ്ട്, ഒരു കെമിക്കൽ ട്രാൻസ്മിറ്റർ അങ്ങോട്ട് എന്ത് ചെയ്യാറുണ്ട്, ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. ഓക്കെ, നമുക്കറിയാം ഇതൊരു ന്യൂറോണിന്റെ ഏതാ സിനാപ്റ്റിക് നോബ് ആണെങ്കിൽ ഇതൊരു ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റ് ആണ്. ഓക്കെ, നോക്കിക്കേ, ജസ്റ്റ് ഒരു ഡയഗ്രാം നമുക്ക് വരക്കാം, ഡെൻഡ്രൈറ്റ് ആണ്. സോ ഈ ഒരു പോർഷനിലേക്ക് എന്ത് ചെയ്യാറുണ്ട്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസ് ചെയ്യാറുണ്ട്. സോ ഇവിടെ കെമിക്കൽ ആണ്, ഒരു ന്യൂറോണിൽ നിന്നുള്ള കണ്ടന്റ് മറ്റൊരു ന്യൂറോണിലേക്ക് അല്ലെങ്കിൽ മെസ്സേജ് പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത്തരത്തിലുള്ള ജംഗ്ഷൻ നമ്മൾ പറയുന്ന പേരാ കെമിക്കൽ സിനാപ്സ്. ക്ലിയർ ആണല്ലോ? ഈ ഒരു പോർഷൻ നമ്മൾ സിനാപ്സ് എന്നാണ് പറയുക, അല്ലെങ്കിൽ സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ജംഗ്ഷൻസ് ആണ് കെമിക്കൽ സിനാപ്സ്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്താണ് ഓൾറെഡി പരിചയമുള്ളതാണ്. ഓക്കെ, യെസ്. ഇനി നോക്കിക്കേ, ഇതാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞ കെമിക്കൽ സിനാപ്സ്. കണ്ടോ, വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. ആ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഇതുവരെ എന്താണ് ഒരു ഇലക്ട്രിക് ഇമ്പൾസ് ആയിരുന്നു വന്നിരുന്നത്. ആ ഇലക്ട്രിക് ഇമ്പൾസിൽ നിന്ന് ഇവിടെ എന്ത് ചെയ്യുന്നു, ഒരു കെമിക്കൽ ആയിട്ടുള്ള ഒരു ഇമ്പൾസിലേക്ക് പോവാണ് അല്ലെ? ഓക്കെ, അപ്പോൾ ഒരു കെമിക്കൽ മെസ്സേജ് ആണ് ഇനി ഇവിടുന്ന് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആ കെമിക്കൽ മെസ്സേജ് ആണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്, നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഓക്കെ, ന്യൂറോ ട്രാൻസ്മിറ്ററിന് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. നമുക്കറിയാം അസെറ്റിൽ കോളിൻ ഉണ്ട്, ഓക്കെ, ഡോപ്പാമിൻസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. അതിൽ ഏതെങ്കിലുമൊക്കെ ഒന്നാവാം. ഇവർ തൊട്ടടുത്ത ന്യൂറോണിനെ അല്ലെങ്കിൽ തൊട്ടടുത്ത മസിൽ സെല്ലിനെ, അഡ്ജസന്റ് ആയിട്ട് വരുന്ന മസിൽ സെല്ലിനെ അവർ എന്ത് ചെയ്യിപ്പിക്കുന്നു, സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുന്നു. ദെൻ അവിടെ നിന്ന് വീണ്ടും പുതിയൊരു ആക്ഷൻ പൊട്ടൻഷ്യൽ ഒക്കെ ജനറേറ്റ് ചെയ്തിട്ട് ആ ഒരു സിഗ്നൽ എന്ത് ചെയ്യുന്നു, തൊട്ടടുത്ത ഭാഗത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പാസ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം നമ്മളെ ബോഡിയിൽ ത്രൂ ഔട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പ്രോസസ് ആണ് നടക്കുന്നതെന്ന് അറിയാം അല്ലെ? നമ്മുടെ വിഷൻ ആണെങ്കിലും ഹിയറിംഗ് ആണെങ്കിലും എല്ലാത്തിന്റെയും ഒരു ബിഹൈൻഡ് ആയിട്ട് നടക്കുന്ന ഒരു റിയാക്ഷൻ ആണ് ആക്ച്വലി ഇതെന്ന് പറയുന്നത്.
ഓക്കെ. അപ്പൊ നമ്മുടെ കെമി സിനാപ്സ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, യെസ്. ഇനി നമുക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവാം. നോക്കിക്കേ, ഇതാ അപ്പൊ ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യാറുള്ളത്, പറയാനുള്ളത്. അപ്പോൾ നോക്കിക്കേ ഏതൊക്കെ ജംഗ്ഷൻസ് നമ്മൾ ഇന്ന് പഠിച്ചു നോക്കിക്കേ. ഒന്ന്, ഫസ്റ്റ് വൺ ആയിരുന്നു ആങ്കറിങ് ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആങ്കറിങ് ജംഗ്ഷൻസ് അതിൽ പല ടൈപ്പ് വരുന്നുണ്ട് നമ്മൾ പറഞ്ഞിരുന്നു. മേ ബി ആക്റ്റിംഗ് ഫിലമെന്റ് വെച്ചിട്ടുള്ള ജംഗ്ഷൻസ് ഉണ്ടാവാം, അതേപോലെ ഇന്റർമീഡിയറ്റ് ഫിലമെന്റ് വെച്ചിട്ടുള്ള ജംഗ്ഷൻസ് ഉണ്ടാവാം. അതിന് എക്സാമ്പിൾസും കൊടുത്തിട്ടുണ്ട്. സെൽ സെൽ ജംഗ്ഷന് അഡറൻസ് ജംഗ്ഷൻ എന്ന് നമ്മൾ പറയും. പിന്നെ അതുപോലെ സെൽ മെട്രിക്സ് ജംഗ്ഷൻ ഉണ്ട്, അത് ചിലപ്പോൾ എന്താവാം ആക്റ്റിൻ ലിങ്ക്ഡ് സെൽ മെട്രിക്സ് അഡിഷൻസ് ആവാം. പിന്നെ അടുത്ത ഇന്റർമീഡിയറ്റ് ഫിലമെന്റ് അറ്റാച്ച്മെന്റുകൾ വരുന്നുണ്ട്, അത് സെൽ സെൽ ജംഗ്ഷൻ ഡെസ്മോസോംസ് ചെയ്യുന്നുണ്ട്. ദെൻ സെൽ മെട്രിക്സ് ജംഗ്ഷൻ എമി ഡെസ്മോസോംസ്. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ എക്സാമിന്. ഈ കറക്റ്റ് നിങ്ങൾ ഈ ഒരു സാധനം എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ഓക്കെ അല്ലേ, ഇത് കറക്റ്റ് നിങ്ങൾ നോക്കിയിട്ട് പഠിച്ചു വെക്കണം. കാരണം എന്ത് ചെയ്യാറുണ്ട്, ഇത് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എക്സാമ്പിൾ വെച്ചിട്ട് മേ ബി രണ്ട് രീതിക്കാണ് ചോദിക്കാറുള്ളത്. ഒന്ന് മാച്ച് ദി ഫോളോവിങ് ആയിട്ട് നമ്മുടെ സി പാർട്ടിൽ 4 മാർക്കിന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യാറുണ്ട്, ഇത് ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് തന്നിട്ടൊക്കെ എന്ത് ചെയ്യാറ് 2 മാർക്കിന് ചോദിക്കലുണ്ട്. ഇനി അടുത്തതാ സെക്കൻഡ് വൺ ആയിരുന്നു ഒക്ലൂഡിങ് ജംഗ്ഷൻ. അതിൽ നമ്മൾ എന്താ ടൈറ്റ് ജംഗ്ഷൻ, വെർട്ടിബ്രേറ്റിൽ കാണുന്ന ടൈറ്റ് ജംഗ്ഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ അടുത്ത നോക്കിക്കേ, ഇൻവെർട്ടിബ്രേറ്റിൽ കാണുന്ന ഒരു ടൈപ്പാണ് സെപ്റ്റേറ്റ് ജംഗ്ഷൻ. ഓക്കെ, ഇൻവെർട്ടിബ്രേറ്റിൽ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ സീൽ ചെയ്യുന്ന ഒരു ടൈപ്പാണ് ഏതെന്ന് പറഞ്ഞാൽ സെപ്റ്റേറ്റ് ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ഇതൻ ചാനൽ ഫോമിംഗ് ജംഗ്ഷൻസ് ആയിരുന്നു നമ്മുടെ ഗ്യാപ് ജംഗ്ഷന്, പ്ലാസ്മോഡെസ്മേറ്റ. ഓക്കെ, ഓക്കെ അല്ലേ. ഇനി ഇത് പ്ലാന്റ്സിലാണ് വരുന്നത്. ഗ്യാപ് ജംഗ്ഷൻ വരുന്നത് ആനിമൽസിലും, പ്ലാസ്മോഡെസ്മേറ്റ വരുന്നത് പ്ലാന്റ്സിലുമാണ്. അതും നോട്ട് ചെയ്യണം, അത് ഇമ്പോർട്ടൻ്റ് ആ. ഏതിലാണ് ഏതാണെന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. 2 മാർക്കിനാണ് ഇവിടുന്ന് പ്രധാനമായിട്ടും ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഗ്യാപ് ജംഗ്ഷൻസ് എവിടെയാണ് കാണുന്നത്, ആനിമൽസിലാണ്. അതുപോലെ പ്ലാസ്മോഡെസ്മേറ്റ പ്രസന്റ് ഇൻ പ്ലാന്റ്സ് ആണെന്ന് മനസ്സിലാക്കാം. ദെൻ ഇൻ ഫൈനലി ഏതാണ് സിഗ്നൽ റിലേയിങ് ജംഗ്ഷൻ ആണ്. അതിൽ കെമിക്കൽ സിനാപ്സ് ഉണ്ട്, ഇമ്മ്യൂണോളജിക്കൽ സിനാപ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഏതാണ് അടുത്ത് വരുന്നത്, ഏതാ എന്താ ട്രാൻസ് മെംബ്രെയിൻ ലിഗാൻഡ് റിസെപ്റ്റർ, സെൽ സെൽ സിഗ്നലിംഗ് കോണ്ടാക്ട് ഒക്കെ ഉണ്ട്. അതിന് എക്സാമ്പിൾസ് ഉണ്ട്. ഏതാ ഡെൽറ്റാനോച്ച്, എപ്പിനെഫ്രിൻ, അങ്ങനെ 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 ഒരുപാട് എക്സാമ്പിൾസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് വളരെ ചെറിയൊരു ടോപ്പിക്കാണ് പറഞ്ഞത്, പക്ഷെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു പോർഷൻ ആണ് പറഞ്ഞത്. ജസ്റ്റ് എന്തൊക്കെയാ പറഞ്ഞത്, സെല്ലിലെ എന്താണ് കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ജംഗ്ഷൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. 4 ജംഗ്ഷനും അതിന്റെ എക്സാമ്പിൾസും അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ പറഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു പോർഷനുമായിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ.